അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്നുള്ളത് വളരെ പ്രശസ്തമായ ഒരു പഴഞ്ചൊല്ലാണ്. അല്പനായ മനുഷ്യന് സമ്പത്ത് കിട്ടുകയാണ് എങ്കിൽ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അത്രത്തോളം വിഡ്ഢിത്തരങ്ങളായിരിക്കും അവർ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെയുള്ള അല്പന്മാരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ആദ്യമായിട്ട് എപ്പോഴും അവർ സെൽഫ് ബോസ്റ്റിംഗ് നടത്തുന്ന ആളുകളായിരിക്കും. പൊങ്ങച്ചം പറയുന്ന ആളുകൾ. ഞാനാണെല്ലാം, എന്നെ കഴിഞ്ഞ് അപ്പുറം വേറെ ആളില്ല, ഞാൻ ഈ ലോകത്തിൻ്റെ സ്പന്ദനമാണ് എന്നൊക്കെയുള്ള ആ ഒരു വിചാരം, അത്തരത്തിലുള്ള ആളുകളായിരിക്കും ഈ അല്പന്മാർ. പിന്നീട് ദേ ഓൾവേസ് തിങ്ക് ദാറ്റ് ദേ ന്യൂ എവറിത്തിങ്. അവർക്കെല്ലാം അറിയാം. ഈ ഭൂമിക്ക് അതായത് ഈ സൂര്യൻ താഴെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെന്നുള്ള ഒരു ഭാവം അവർക്കുണ്ടായിരിക്കും. അതേപോലെ നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അവരൊക്കെ അഭിപ്രായം ഉണ്ടാവും. അത് എൻ്റെ ആ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ, എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മായിയുടെ വീട്ടിൽ, അങ്ങനെ അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. അവിടെ ആനയുണ്ടായിരുന്നു, അവിടെ ചേനയുണ്ടായിരുന്നു, അവിടെ കുഴിയാന ഉണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്ന ഒരു, എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും അവരുടെ നല്ല കാര്യങ്ങളാണ്, മോശം കാര്യങ്ങളല്ല. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വകയിലുണ്ടായിരുന്നതായിട്ട് സമർത്ഥിച്ചു കൊണ്ടുവരുന്ന ആളുകൾ. പിന്നീട് ദേ ഓൾവേസ് ബോസ്റ്റ് ഓഫ് ദെയർ ഫിനാൻസ് ആൻഡ് ജോബ്. പിന്നീട് അവരുടെ ജോലി, അതേപോലെ അവരുടെ സമ്പത്ത്, അതിനെക്കുറിച്ച് എപ്പോഴും പൊങ്ങച്ചം പറയുന്ന ആളുകളായിരിക്കും. അതായത് ഇപ്പം ജോലിയിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ചാർജ് കിട്ടുകയാണെങ്കിൽ അവർ കളക്ടറെക്കാളും വലിയ ആളാണെന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അമ്മോ, അത്രയും വലിയ ഒരു പദവിയാണ് അവർക്ക്. അതേപോലെ തന്നെ ഇവരല്ലാതെ വേറെ ഒരാൾക്ക് അതങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ രീതിയിലേക്ക് അവർ പറയും. അതേപോലെ തന്നെ അവരുടെ ഫിനാൻസ്, ഇവർ ചിലപ്പോൾ കടത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, കടവും ഇടമൊക്കെ ആയിരിക്കും. എന്നാലും ഇത്ര പൈസ എനിക്കുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന രീതിയിലേക്ക് ഭയങ്കര സമ്പത്തില്ലാത്ത പോഷ് കാണിക്കാൻ നമ്മൾ പറയും. കടമാണെങ്കിൽ തന്നെയും ആ കാര്യങ്ങളൊന്നും പറയാതെ ഇത്ര വരുമാനമുണ്ട്, ഇത്രയുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട് എന്ന രീതിയിലേക്ക് സമ്പത്ത് അമിതമായിട്ട് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ പിന്നീട് അവർക്ക് ഏറ്റവും അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് മറ്റുള്ളവർ എല്ലാവരും ഒന്നിനും കൊള്ളാത്ത ആളുകളാണ്. അതായത് ദേ ഓൾവേസ് തിങ്ക് ദാറ്റ് ഓൾ അതേഴ്സ് ആർ ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. മറ്റുള്ള ആളുകൾ ഒന്നിനും കൊള്ളൂല, ഞാൻ മാത്രമാണ് ഇതിന് പറ്റിയ ആൾ, എന്നെക്കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വെറും പൊട്ടന്മാരാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഭാവമുള്ള ആളുകൾ, അവരും ഈ അല്പന്മാരുടെ ഗണത്തിൽ പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ തിരിച്ചറിയാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.